ജോലിക്ക് പോയി ഭർത്താവ് വീട്ടിൽ നിന്ന് ആ മകാൻ അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ? അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് അദ്ദേഹം കൂടി ഇരുന്നതാണ്. ഒരിക്കലും അങ്ങനെ പറയുന്നത് അത് താങ്കളുടെ അവസ്ഥയായിരിക്കും. എനിക്കൊരിക്കലും അത് ഗതികേടായിട്ടൊന്നും എന്റെ പിള്ളേർക്കും തോന്നിയിട്ടില്ല. അല്ല, ജോലി വീട്ടിൽ ഇരുന്ന ഭാര്യ കൊണ്ടുവരുന്ന ആദായത്തേക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെ, ഇത് ആണത്തത്തിന്റെ പ്രശ്നമാണ്. അത് ആണത്തത്തിന്റെ പ്രശ്നമാണ്. ആ സാധനമാണ് മാറ്റിക്കളയേണ്ടത് ആദ്യം. അല്ല, നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കാൻ പഠിക്കണം. താങ്കൾ നിയമത്തിന്റെ പേരിൽ ഈ ജെൻഡർ എന്ത് ഒരു നിയമമില്ല. ഞാൻ എപ്പോഴും റെഡിയായിരുന്നു. അങ്ങനെയാ നിങ്ങൾ പറഞ്ഞത്. സ്കൂളിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരാളിനെ ജോലി ചെയ്യാനൊക്കൂ. ഭർത്താവ് നിങ്ങൾ മാറി വീട്ടിൽ. അല്ല, നമുക്ക് ജീവിക്കാൻ പൈസ വേണം. അതുപോലെ ഞങ്ങൾ അത് ആര് കൊണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. ജോലി ചെയ്യാതെ വീട്ടിൽ ഇരുന്നെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. സാറിന്റെ കാഴ്ചപ്പാട് ആണുങ്ങൾ അങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പാടില്ലെന്നല്ലയോ പറഞ്ഞു വന്നത്? അപ്പൊ ആണുങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടുതലാണ് സ്ത്രീകളെക്കായി. അതല്ലേ ഇപ്പൊ അംഗീകരിക്കുന്നത്? ഉത്തരവാദിത്തം തുല്യമാണ്. പക്ഷെ സ്ത്രീ കാരണം അല്ല, സ്ത്രീ ഒരു വീട്ടമ്മ വീട്ടിലാണ്, ഭർത്താവിന്റെ കെയർ ഓഫിലാണെന്ന് പറയുന്നതിനകത്ത് നാണക്കേടില്ല. പക്ഷെ ഒരു ഭാര്യയുടെ കീഴിലാണ് ഒരു ഭർത്താവ് എന്ന് പറയുന്നതിൽ നാണക്കേട് ഉണ്ടായിട്ടില്ലേ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞത്? ഇവിടെ നാണക്കേടെന്നല്ല, അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നാ ഞാൻ പറഞ്ഞു വെച്ചത്. അവരുടെ മക്കളെ ആര് നോക്കും? മക്കളെ നോക്കാൻ ഇദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് അദ്ദേഹം വീട്ടിൽ ഞാനല്ലേ പറഞ്ഞത്. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി എന്തുകൊണ്ട് ഇത്രയും നാള് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ വീട്ടമ്മമാർക്ക്? അവരുടെ ഹസ്ബൻഡ് അവർ കൊടുത്തൂടെ? എന്താണ് പ്രശ്നം? അല്ല, കൊടുക്കുന്നല്ല ഭാര്യ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഭാര്യയ്ക്കും ഭർത്താവിനും തൊഴിലുണ്ടെങ്കിൽ, ഏത് സർക്കാർ ജോലി എന്നല്ല ഞാൻ പറയാം, തൊഴിലുണ്ടെങ്കിൽ അവിടെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. രണ്ടുപേരും ജോലി ചെയ്യും. അതല്ലേ മേഡം പറഞ്ഞേ? IT പ്രൊഫഷണൽസ് രണ്ടുപേരും മക്കളെ വളർത്തും, രണ്ടുപേരും അടുക്കളയിൽ കയറും, രണ്ടുപേരും ജോലി ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കും. അല്ല ഇപ്പൊ മേഡം അതാണ് കുടുംബം. അല്ല, മേഡം ഇപ്പൊ പറഞ്ഞെന്താണ്? ഭാര്യയും ഭർത്താവ് അടുക്കളയിൽ കൂടെ കയറണം, ഭക്ഷണം എന്തിനാ അടുക്കള? ഞാനും ചോദിച്ചോട്ടെ, മേഡം ഇപ്പം പറഞ്ഞ എന്താണെന്നറിയോ? IT പ്രൊഫഷണൽസിന്റെ ഇടയിൽ ഡൈവോഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, ടൈം കൊടുക്കുന്നത്. അവർക്ക് വേണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോവാണ്. അതായത് രണ്ടുപേർക്കും ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് ഓരോ ആൾക്കാരോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാരേജ് അഡ്ജസ്റ്റ്മെന്റും എല്ലാം ഉള്ളൊരു സെഗ്മെന്റ് ആണ് അല്ലേ? എന്റെ സുഹൃത്തെ, ഇതിന്റെ ഭാവി കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരുത്തൻ വേറെ പെണ്ണിനെ കൊണ്ടുവരും, പോയാൾ വേറെ ഭർത്താവിനെ കൊണ്ടുവരും. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തകർച്ചയിലേക്കാണ്. അപ്പൊ രണ്ടുപേർക്ക് ജോലി വേണ്ടെന്നാണ്. രണ്ടുപേരുടെ സോൾവ് ചെയ്യണം. ആ സോൾവ് ചെയ്യാനുള്ള രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ മാഡം പറഞ്ഞു ജീവിതം സാമ്പത്തികം മാത്രമല്ല ആണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണ് അങ്ങനെയാണ് വന്നോണ്ടിരിക്കുന്നത്. എത്രയോ പാവങ്ങൾ കൊട്ടല് കെട്ടി വഴികളിൽ താമസിച്ച് ജീവിച്ചു പോകുന്നു. അവർക്ക് സാമ്പത്തികമല്ല, അവർക്ക് വീട് വേണ്ട. പക്ഷെ മനസ്സ് നന്നാകണമെങ്കിൽ അവരുടെ യൂണിറ്റി ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.